നമ്പൂതിരിയായി ജനിക്കാൻ ആഗ്രഹിച്ച ആൾ അടുത്ത ജന്മം നമ്പൂതിരിയായിട്ട് ജനിക്കണം, അമ്പലത്തിന്റെ ശ്രീകോലിനുള്ളിരിക്കണം എന്ന് പറയുന്ന ഒരാൾ നോമ്പ് കഞ്ഞി കുടിച്ചപ്പോൾ ഞാൻ കളിയാക്കി എന്ന് പറഞ്ഞതിൽ തെറ്റുണ്ടോ? ആരായാലും കളിയാക്കി പോത്തില്ലേ? കണ്ട് ഇതൊക്കെ കാണുമ്പം പറയാതിരിക്കുന്ന അങ്ങനെ. ഞാൻ ആദ്യം രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു കളറിടണോ. അപ്പം അച്ഛനെ കണ്ടവരെല്ലാം പറഞ്ഞു സാറേ കളറിടാൻ പറഞ്ഞു, കളറുടുപ്പൊക്കെ ഇട്ടാ വന്നേക്കാം. അപ്പം അച്ഛനെ വിളിപ്പിച്ച് എന്നിട്ട് പറഞ്ഞിടാ കളറുടുപ്പിടാമെന്ന് ചോദിച്ചു. ഈ രാഷ്ട്രീയക്കാർ ഈ കഞ്ഞിയൊക്കെ കുടിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരിക. ഞാൻ 23 വർഷമായിട്ട് കേരളത്തിൻ്റെ നിയമസഭയിൽ കേരളത്തിൽ ജനങ്ങൾ എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഒരേ മണ്ഡലത്തിൽ നിന്ന് ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അധികം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ 3 തവണ മന്ത്രിയുണ്ട്, 3ാമത്തെ പ്രാവശ്യമായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് അച്ഛനെ കണ്ടത് അച്ഛൻ പറഞ്ഞാൽ നീ കളർ ഉടുപ്പണമെന്ന് അവരല്ല. ഞാൻ പറഞ്ഞ അച്ഛൻ അത് ഇറക്കില്ല. അതെന്താണ് എന്നാൽ ഒരു വെള്ളയെങ്കിലും ഇട്. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, എന്നെ ആളുകൾ കണ്ടിട്ടുള്ള ഈ കളർ ഉടുപ്പും പാൻറ്റും ഒക്കെ ഇട്ട് നടക്കുന്ന ഒരു സിനിമ നടനായിട്ടാണ്. ഈ രാഷ്ട്രീയത്തിന് വേണ്ടി ഞാനൊരു വേഷം കെട്ടിയാൽ അത് അവരെ പറ്റിക്കലായി പോകും എന്നെനിക്കുള്ളതുകൊണ്ട് ഞാൻ മാറില്ല. അച്ഛൻ പറഞ്ഞാൽ നിന്റെ ഇഷ്ടം ഓക്കെ തോന്നും. പലരും പറഞ്ഞു, കുളത്തനാരത്ത് പലരും പറഞ്ഞു കളറാക്കണം. ശൂര്യകാര്യം നിങ്ങളാണ് കേരളത്തിന്റെ നിയമസഭയിൽ രാഷ്ട്രീയക്കാരന് വിവിധ വർണ്ണങ്ങളുള്ള ഷർട്ടിടാമെന്ന് തെളിയിച്ച ആദ്യത്തെ മലയാളി ഞാനാണ്, ആദ്യത്തെ ജനപ്രതിനിധി ഞാനല്ലേ. ആലോചിച്ചു, ഞാനല്ല. ഇപ്പൊ നിയമസഭയിൽ നോക്കും എല്ലാവരും നല്ല കളർഫുള്ള. പഞ്ചായത്ത് മെമ്പർമാരും മുനിസിപ്പൽ കൗൺസിലർമാരെല്ലാം നല്ല മനോഹരമായ സാരി, നല്ല കളറുള്ള ഉടുപ്പും എല്ലാം ഇട്ട് നടക്കുന്നത്. മുകേഷ് ഇടും, ഇതൊക്കെ ഇടും. ഇപ്പൊ ഇടാതിരിക്കുന്നതാണ്. ഇപ്പൊ ഇലക്ഷൻ ആയിട്ട് അതൊക്കെ ഇടും, അതൊക്കെ ഇട്ട് നടക്കാതെ രമേശനും ഇടും, കുഴപ്പമൊന്നുമില്ല. ഈ രാഷ്ട്രീയക്കാർക്ക് ഏത് നിറത്തിലുള്ള ഷർട്ടും ഇടാം, ഏത് പുള്ളിയും വരെയുള്ള ഷർട്ട് ഇടാമെന്നൊക്കെ തെളിയിച്ചു കൊടുത്തത് ആ ഒരു മാറ്റം. എന്താണ്? ജനങ്ങളുടെ മുമ്പിൽ കാപട്യങ്ങൾ വിലയില്ല. ഞാൻ പറയാം, എൻ്റെ ഒരു മനസ്സിലെ വിഷയം അനുസരിച്ച് ഒരു അപകടം മണക്കുന്നുണ്ട് ഇവിടെ. UDF സ്ഥാനാർത്ഥി BJPയുടെ SDP വോട്ട് വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് സംശയം. കാരണം UDF BJP സ്ഥാനാർത്ഥി കണ്ടിട്ട് എന്താ പ്രവർത്തനം നടക്കുന്നു? ഒരടി ഒഴുക്ക്, ഇതിനടിയിൽ ഒരു കച്ചവടം, ഒരു വോട്ട് കച്ചവടം നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുകയാണ്. പത്തനാപുരത്ത് BJPയുടെ സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനം പോലെ BDJSന്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ചാണ് ഞങ്ങളുടെ സിനിമാ സംഘടനയിലെ ടെലിവിഷൻ സംഘടനയിലെ മെമ്പറാണ് നമ്മുടെ സഹദേവൻ. അദ്ദേഹം KSRTCയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു പോസ്റ്റ് അടിച്ച് തന്നല്ലാതെ ഒരു കാര്യം ചെയ്തു തന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ സഹദേവൻ തോക്കണം എന്നുള്ളത് അവരെ തന്നെ ഒരു ആഗ്രഹമാണ്. അതേപോലെയാണ് ഇപ്പം ഒരാളിറങ്ങി, ഒരു പ്രവർത്തനവും കണ്ടില്ല, ആരുമില്ല കൂടെ. അപ്പം എന്തോ ഒരു പന്തികേട്. ഞാൻ തലവൂർ വഴി പോകുമ്പോൾ നമ്മൾ BJP സ്ഥാനാർത്ഥിയിലെ വന്നു, BDJSന്റെ സ്ഥാനാർത്ഥി. ഞാൻ നോക്കുമ്പോൾ അവിടെ തലവൂരുള്ള BJPയുടെ പ്രമാണിമാരെ ഒന്നും കണ്ടില്ല. അതിൻ്റെ അർത്ഥം അവർ വേറെ എന്തോ ഒരു കച്ചവടം ഉറപ്പിച്ചു എന്നാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അവിടെ ഒരു കച്ചവടം ഉറപ്പിച്ചു UDF സ്ഥാനാർത്ഥിയായിട്ട്. SDP-ക്ക് 3000 വോട്ടുണ്ട്. തലച്ചെറിയുള്ള ഒരാളാണ് സ്ഥിരമായി മത്സരിക്കുന്നത്. എല്ലാ പാർലമെന്റ് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും അത് വാങ്ങാറുണ്ട്. ഇത്തവണ SDP അപ്പുറത്താണെന്ന് അവർ പറയുന്നു. വേണ്ടെന്നൊക്കെ വെറുതെ പറയുന്ന അതൊക്കെ വേണം. അത് കൊല്ലത്തും മാവേലിക്കരയിലും ഈ അഡ്ജസ്റ്റ്മെന്റ് നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുക. ഇത് കേട്ടേച്ച് പിന്നെ തോറ്റു അങ്ങനെയൊന്നുമല്ല. അങ്ങനെ പോയാലും